बरकात बिस्मिल्लाहिर रहमानिर रहीम नहमदुल्लाह व नस्तईनुहु व नशकुरुहु व नतवक्कलु अलैहि व नुसल्ली व नुसल्लिम अला मन उर्सिल काफतल लिन्नास बशीरन व नदीरन व दाइयन इलल्लाहि बिइذनिहि व इला तौहीदिहि व सिराजम मुनीरा व अला आलिहि व अस्हाबिहि व अत्बाഇहि الذين തബിഉഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. വേദിയിലിരിക്കുന്ന ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ അഭിവന്ദനായ കേരള RBTJ ഫെഡറേഷൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ ബഹുമാന്യനായ നൂറുൽ അമീൻ, വേദി ഗൂഢമായ നമ്മുടെ ഈ സമ്മേളനം ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. തുഞ്ചൻ പറമ്പിൻ്റെ മണ്ണിൽ പുതിയൊരു ചരിത്രം തീർത്തുകൊണ്ട് ഇവിടെ മലയാള സർവകലാശാല നിൽക്കുന്ന ഈ കൊച്ചു പ്രദേശത്ത് കേരളത്തിൽ ആയിരക്കണക്കിന് വരുന്ന അറബി അധ്യാപകന്മാരുടെ ഏതാനും ചില പ്രതിനിധികൾ ഇന്ന് തിരുവനന്തപുരം നഗരത്തെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് അതിശക്തമായ ഒരു പ്രകടനം കാഴ്ചവെച്ച് തിരൂരിൻ്റെ അങ്ങാടിയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന നമ്മുടെ സമാപന സമ്മേളനത്തോടുകൂടെ 67ാം സമ്മേളനത്തിന് തിരശ്ശീല വീഴുകയാണ്. ഈ സമ്മേളനം വെറും ഒരു കൂടിച്ചേരൽ മാത്രമല്ല, ഇവിടെ ഒട്ടനവധി നേതാക്കൾ വരുന്നുണ്ട്, ഒട്ടനവധി പ്രഭാഷണങ്ങൾ നിർവഹിക്കപ്പെടുന്നുണ്ട്. കേവലം ഒരു കൂടിച്ചേർന്നുകൊണ്ട് പരസ്പരം ഹിതം നൽകി ഈ പ്രൗഢമായ ഈ സമ്മേളനം നമ്മൾ സംഘടിപ്പിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ലക്ഷ്യങ്ങൾ നമുക്കുണ്ട്. അറബി ഭാഷ പഠനം 67 വർഷക്കാലമായി കേരളത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 67 വർഷം എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടായിരുന്ന സാമൂഹിക ചുറ്റുപാടുകൾ, വിദ്യാഭ്യാസ രംഗത്ത് ഇതിന്റെ പ്രസംഗം ഇവിടെ പലരും അനുസ്മരിച്ചു. ഒരു മാപ്പിളോരിനോട് ചോദിച്ചപ്പോൾ അവസാനമായി 67 വർഷക്കാലത്തിലേക്ക് അദ്ദേഹത്തിന്റെ സംഘടന ഇന്ന് പ്രയാണം തുടരുമ്പോൾ ഇന്ന് ഈ സമ്മേളനം നമ്മൾ നടത്തിയത് ഫലമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സൗഭാഗ്യങ്ങളൊക്കെ. KATF അതിനോരോ ലക്ഷ്യങ്ങളുണ്ട്. അതിൻ്റെ പ്രവർത്തനത്തിന് കൃത്യമായ ലക്ഷ്യങ്ങളും പ്ലാനുകളും പദ്ധതികളും ഈ സംഘടനക്കുണ്ട്. ഈ സമ്മേളനം ഈ ദൈക്ഷണിക സമ്മേളനത്തിൽ നമ്മൾ പ്രമേയമായി വെച്ചിട്ടുള്ളത്, നമ്മൾ വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ് കേരള ഗവൺമെന്റിന്റെ ബജറ്റ്. സാധിച്ചത് കഴിഞ്ഞ വർഷം 217 കോടി. അതുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ന് സാധ്യമെന്ന് നമ്മൾ പ്രതീക്ഷ അർപ്പിച്ചപ്പോൾ നിരാശയായിരുന്നു ഫലമുണ്ടായിരുന്നത്. അതുണ്ടായിട്ടില്ല. DA കുടിശ്ശിക കേരളത്തിന്റെ സർവീസ് ചരിത്രത്തിൽ ഇത്രമേൽ കുടിശ്ശികയെ വിദ്യാഭ്യാസം സംസ്കരണത്തിന് എന്ന സന്ദേശമാണ്. എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത്? നമ്മൾ കൃത്യമായി പഠിച്ചത് കൊണ്ടാണ്, കൃത്യമായി വിദ്യാഭ്യാസ മേഖലയെ വിലയിരുത്തിയത് കൊണ്ടാണ്. നമുക്കതിന് കാഴ്ചപ്പാടുകളുണ്ട്, പരിഹാര നിർദ്ദേശങ്ങളുണ്ട്. ഇതിന് പരിഹാരം കാണണമെന്ന് വേദികളിൽ മുഴുവനും KATF പറയുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് പറയുന്നത്? കാലാനുസൃതമായി പാഠ്യപദ്ധതികൾ പരിഷ്കരിക്കുമ്പോൾ ആ പാഠ്യപദ്ധതി പരിഷ്കരണത്തിൽ നിന്ന് ലക്ഷ്യം വെക്കേണ്ടത് നമ്മൾ ആഗ്രഹിക്കുന്നതല്ല ഇവിടെ ലഭ്യമാക്കുന്നത്. പാഠ്യപദ്ധതി ലക്ഷ്യം വെക്കുന്ന നമ്മൾ വിദ്യാഭ്യാസ സംസ്കരണമുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കുന്നതിന് പകരം അരാജകത്വമുള്ള ഒരു സമൂഹത്തെ ഇവിടെ സൃഷ്ടിച്ചു കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ചില പദ്ധതികളുടെ സാക്ഷാത്കാരമാണ് ഇന്ന് ക്യാമ്പസുകളിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിമനോഹരമാണ് റാഗിംഗ് എന്ന് പറയുന്നത്. റാഗിംഗ് എന്ന് പറയുന്ന വാക്കുകൾ എത്ര മനോഹരമായിട്ടാണ് ഉപയോഗപ്പെടുത്തുന്നത്. എന്നാൽ അതിൻ്റെ ഭീകരത എത്രത്തോളം എത്തിയിട്ടുണ്ടെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഈ 67ാം സമ്മേളനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ ഓർക്കണം, ഇന്നത്തെ പത്രമാധ്യമങ്ങൾ പോലും ഞെട്ടിപ്പിക്കുന്ന വാർത്തകളുടെ കാര്യങ്ങളാണ് നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തൻ്റെ ജൂനിയർ വിദ്യാർത്ഥിയുടെ ജീവൻ പോലും നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലേക്ക് റാഗിംഗ് എന്ന ഓമന പേര് വിളിക്കുന്ന ക്രൂര വിനോദം ക്യാമ്പസുകൾക്കകത്തു മാറിയെങ്കിൽ കേരള RBTJ ഫെഡറേഷന്റെ പ്രവർത്തകന്മാർ പറയുന്നു, ഞങ്ങൾക്ക് വലുത് DA അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശമ്പള പരിഷ്കരണത്തിലെ കുടിശ്ശികയല്ല ഞങ്ങളുടെ പ്രശ്നം. ഞങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടികൾ വഴിപിഴച്ചു പോകുന്നതാണ് ഞങ്ങളുടെ പ്രശ്നം. ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് 67ാം സമ്മേളനത്തിൽ, അത് പൊതുസമൂഹത്തോട് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത്തരം ഗൂഢപദ്ധതികളുമായി വരുന്ന ആളുകളുടെ ഗൂഢപദ്ധതികളെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേരള RBTJ ഫെഡറേഷൻ 67ാം സമ്മേളനത്തിൽ ഈ പ്രമേയം ചർച്ചയ്ക്ക് വെച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത്? ഒരു തലമുറയെ സൃഷ്ടിക്കപ്പെടണം. ഗാന്ധിജി വിഭാവനം ചെയ്ത ഒരു വിദ്യാഭ്യാസ കാഴ്ചപ്പാടുണ്ട്. ശ്രീനാരായണ ഗുരു ഇവിടെ വിഭാവനം ചെയ്ത ഒരു വിദ്യാഭ്യാസ കാഴ്ചപ്പാടുണ്ട്. മനുഷ്യനെ മനുഷ്യനാക്കുന്നതാവണം വിദ്യാഭ്യാസം. എന്താ മനുഷ്യനാക്കേണ്ട വിദ്യാഭ്യാസം? തൻ്റെ സഹപാഠിയെ തിരിച്ചറിയണം, തൻ്റെ മാതാപിതാക്കളെ തിരിച്ചറിയണം, തൻ്റെ മറ്റുള്ളവരെ, കുടുംബാംഗങ്ങളെ, അധ്യാപകരെ എല്ലാവരെയും തിരിച്ചറിയണം. എന്നാൽ ക്യാമ്പസുകളിൽ കാണുന്നതോ ക്രൂര വിനോദങ്ങളാണ്. അധ്യാപകന്റെ മുഖത്ത് നോക്കി ഒരു കുട്ടി പറയുകയാണ്, നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയാൽ നിങ്ങളെ ഞാൻ ശരിയാക്കുമെന്ന് പറയുന്ന ഒരു കുട്ടി ഇവിടെ ഉണ്ടായിത്തീരുന്നുണ്ടെങ്കിൽ നമ്മൾ പറയണം, ഇതൊരു സുപ്രഭാതത്തിലെ പ്രൊഡക്റ്റ് അല്ല. ഇതിന്റെ പിന്നിൽ ചില ആളുകൾ ഗൂഢമായി കാലങ്ങളായി ശ്രമിച്ച ചില അധ്വാനത്തിന്റെ ഫലമാണ്. അവർ എവിടെയാ ശ്രമിച്ചത്? പാഠപുസ്തകത്തിനകത്താണ്. ഇതിനനുസരിച്ചുള്ള ചില നീക്കുപോക്കുകൾ കാലങ്ങളായി ഇവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
അതാണ് നമ്മൾ സമൂഹത്തോട് പറയുന്നത്. 2 ഗവൺമെന്റുകൾ വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. കേന്ദ്രം ഭരിക്കുന്ന ഒരു സർക്കാർ കോടിക്കണക്കിന് രൂപ വിദ്യാഭ്യാസ മേഖലയിലേക്ക് ചെലവഴിക്കപ്പെടുന്നുണ്ട്. മാനവ വിഭവശേഷി മന്ത്രാലയത്തിന് കീഴിൽ കോടിക്കണക്കിന് രൂപ ബഡ്ജറ്റിൽ വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നു വിദ്യാഭ്യാസ മേഖലയുടെ സമുദ്ധാരണത്തിന് വേണ്ടി. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ഗൂഢമായ പദ്ധതികൾ കൊണ്ടുവരുന്നു. നമ്മൾ നമ്മുടെ പ്രഭാഷണങ്ങളിൽ, എഴുത്തുകളിൽ, വായനകളിലൊക്കെ നമ്മൾ പറയാറുണ്ട് കാവ്യവൽക്കരിച്ചിരിക്കുന്നു എന്ന്. എന്താണ് ഈ കാവ്യവൽക്കരണം എന്ന് പറയുന്നത്? മതേതര രാജ്യമാകുന്ന ഇന്ത്യയെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നു. നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യങ്ങളെ മുഴുവനും ഇല്ലായ്മ ചെയ്യപ്പെടുന്നു. ഈ രാജ്യത്ത് മതസൗഹാർദ്ദത്തിന്റെ അന്തരീക്ഷമുണ്ട്. നമ്മുടെ രാജ്യം ഒരുപാട് വികസന മേഖലകളിൽ ഉയർന്നു നിൽക്കുന്ന ലോകരാജ്യങ്ങൾക്കുള്ള ഒരു മാതൃകയുള്ള രാജ്യമാണ് നമ്മുടെ രാജ്യം. ആ വളർച്ചയ്ക്ക് ഏറ്റവും വലിയ ഉപകാരപ്രദമായത് മുൻകാലങ്ങളിലെ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയ വിദ്യാഭ്യാസ പദ്ധതികളാണ്. ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരായിരിക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്ന വിദ്യാഭ്യാസ നയങ്ങളാണ് ശാസ്ത്ര സാങ്കേതിക മേഖല ഉൾപ്പെടെയുള്ള മുഴുവൻ മേഖലകളിലും നമ്മുടെ രാജ്യത്തെ ഉന്നത മേഖലയിലേക്ക് കൊണ്ടുവന്നത്. എന്നാൽ നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റോ ശാസ്ത്ര സാങ്കേതിക സംവിധാനങ്ങളെ മുഴുവനും മറ്റു പല ലക്ഷ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. രാജ്യത്തെ ചരിത്രത്തെ വക്രീകരിച്ചു കൊണ്ടിരിക്കുന്നു. ഗുജറാത്തിൽ പട്ടേലിന്റെ പ്രതിമയെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഇതിലാണ് ഈ രാജ്യത്തിന്റെ മുൻകാല ചരിത്രമെന്ന് വരും തലമുറയെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗൂഢശ്രമം നടത്തുന്നു. ഈ രാജ്യത്തിന്റെ പിതാവെന്ന് നമ്മൾ പറയുന്ന മഹാത്മജിയുടെ ജന്മനാടായിരിക്കുന്ന ഗുജറാത്തിൽ അദ്ദേഹത്തിന്റെ ബാല്യങ്ങളും വിദ്യാഭ്യാസവും ചെലവഴിച്ച, അദ്ദേഹത്തിന്റെ പാദസ്പർശങ്ങളും ജീവിതങ്ങളും കണ്ടറിഞ്ഞ ആ പ്രദേശത്തെ അദ്ദേഹത്തിന്റെ സ്മാരകങ്ങൾക്ക് മുഴുവനും യാതൊരുവിധ ബലം കൽപ്പിക്കാതെ ചരിത്രത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്തുകൊണ്ട് ചരിത്രത്തിലില്ലാത്തവരെ ഭാവി തലമുറയിലെ ചരിത്രത്തിലേക്ക് കൊണ്ടുവരാൻ അപ്രധാനമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് വിദ്യാഭ്യാസ മേഖലയിലും രാജ്യത്തിന്റെ വികസന മേഖലയിലും ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് KATF പറയുന്നത് ഇത് അപകടകരമാണെന്ന്. എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത്? പുതിയ പാഠപുസ്തകത്തിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിന് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിലെ ഭരണകൂടങ്ങളിൽ പുതിയ ചില വാക്കുകൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. എന്താ പുസ്തകത്തിലുള്ളത്? ചൊവ്വയിലെ ഒരു പാറയുടെ ഫോട്ടോയുണ്ട്. നമ്മൾ അങ്ങനെയാണ് അതിനെക്കുറിച്ച് കണ്ടിട്ടുള്ളത്. ചൊവ്വയിൽ നിന്ന് ഒരുപാട് ഫോട്ടോകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഒരു പാഠപുസ്തകത്തിൽ, ഒരു സംസ്ഥാനത്തെ പാഠപുസ്തകത്തിൽ അതേക്കുറിച്ച് പഠിപ്പിക്കുന്നു. എന്താ പഠിപ്പിക്കുന്നത്? ഇവിടെ പുരാതന കാലത്തുണ്ടായിരുന്ന ഒരു സംഘടനത്തിൽ കർണന്റെ തലയിൽ ധരിച്ചിരുന്ന ആ ഹെൽമെറ്റ് ആയിരുന്നു പോലും ഇന്ന് ചൊവ്വയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആ പാറ കഷ്ണമെന്ന്. ഈ രൂപത്തിലേക്ക് വിദ്യാഭ്യാസത്തെ കൊണ്ടുപോയാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്തായിരിക്കും ഉണ്ടാവുക? രാജ്യത്ത് നാട്ടുരാജാക്കന്മാർ ഭരിച്ചിട്ടുണ്ട്. ശിവജിയും അക്ബറും അതുപോലെ തന്നെ ഔറംഗസീബും എല്ലാവരും ഇവിടെ ഭരിച്ചിട്ടുണ്ട്. ആ കാലഘട്ടങ്ങളിൽ പ്രാദേശികമായ സംഘടനകൾ ഉണ്ടായിട്ടുണ്ട്. നാട്ടുരാജാക്കന്മാർ തമ്മിലുള്ള സംഘടനകൾ ഉണ്ടായിട്ടുണ്ട്. ആ സംഘടനകളെ മതകീയമായി വൽക്കരിക്കുന്ന പാഠ്യപദ്ധതി കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരുമ്പോൾ KATF പറയുന്നു ഇത് അപകടകരമാണ്, ഇത് രാജ്യത്തെ തകർക്കുന്നതാണ്, രാജ്യത്തിന്റെ പാരമ്പര്യത്തെയും പൈതൃകത്തെയും തകർത്തു കളയുന്നതാണെന്ന് കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ ഉത്ബുദ്ധമായ സമൂഹത്തോട് വിളിച്ചു പറയുന്നു. നമുക്ക് വലുത് നമ്മുടെ DA അല്ല, നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യമാണ്. ഇത് പറയാൻ ബാധ്യതപ്പെട്ടവരാണ് നമ്മൾ. അതുകൊണ്ടാണ് നമ്മുടെ ഈ സമ്മേളനത്തിൽ നമ്മൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാജ്യം അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാൻ, ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ നമ്മുടെ രാജ്യം ഉന്നതമായ നിലവാരം പുലർത്തിക്കൊണ്ടിരിക്കാൻ. നമുക്കറിയാലോ, നമ്മുടെ ഉപഗ്രഹങ്ങളെ വിക്ഷേപിച്ച വാർത്ത നമ്മൾ പത്രങ്ങളിൽ വായിക്കുകയുണ്ടായി. ഇന്ത്യ രാജ്യത്ത് നമ്മുടെ ISROയിൽ നിന്ന് ഉപഗ്രഹങ്ങളെ വിക്ഷേപിച്ചപ്പോൾ 103 ഉപഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു ആ പേടകത്തിൽ. ആ 103 ഉപഗ്രഹങ്ങളിൽ 93 ഉപഗ്രഹങ്ങളും വിദേശ രാജ്യങ്ങളുടേതായിരുന്നു. എന്തുകൊണ്ടാണ് വിദേശ രാജ്യങ്ങൾ തങ്ങളുടെ ഉപഗ്രഹങ്ങളെല്ലാം വിക്ഷേപിക്കുന്നതിന് ഇന്ത്യയെ തെരഞ്ഞെടുത്തതെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. വിദേശ രാജ്യങ്ങൾക്ക് പോലും, വ്യാവസായിക രാജ്യങ്ങൾക്ക് പോലും, ജപ്പാൻ ഉൾപ്പെടെയുള്ള, റഷ്യ ഉൾപ്പെടെയുള്ള വലിയ രാജ്യങ്ങൾക്ക് പോലും തങ്ങളുടെ ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കാൻ കൃത്യമായ സാധ്യതയുള്ള, ഇടമുള്ള, സുരക്ഷിതമായ സ്പേസ് ഇന്ത്യയാണെന്ന് കണ്ടതുകൊണ്ടാണ് അവരുടെ ഉപഗ്രഹങ്ങൾ പോലും നമ്മുടെ രാജ്യത്തേക്ക് വിക്ഷേപിക്കാൻ നമ്മുടെ രാജ്യത്തെ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയത്. എന്നാൽ ഇപ്പൊ നമ്മുടെ ശാസ്ത്ര സാങ്കേതിക ഗവേഷണ കൗൺസിലൊക്കെ ഉപയോഗപ്പെടുത്തുന്നത് മറ്റു ചില പദ്ധതികൾക്ക് വേണ്ടിയിട്ടാണ്. എന്താ പദ്ധതികൾ? നമ്മുടെ ആരെയും ആശയങ്ങളെയും ആദർശങ്ങളെയും വിശ്വാസങ്ങളെയും ഒന്നും പരിഹസിക്കല്ല, പക്ഷെ രാജ്യത്തിന്റെ സംവിധാനങ്ങളെ മറ്റു മേഖലകളിലേക്ക് പോകുന്നത് അപകടമാണെന്നാണ് നമ്മൾ പറയുന്നത്. എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ സംവിധാനമാണ് നമ്മുടെ ശാസ്ത്ര ഗവേഷണ കൗൺസിൽ. ഓൾ ഇന്ത്യ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ പഠിക്കേണ്ടതാണ്, അധ്യാപകരായി നമ്മൾ വിലയിരുത്തേണ്ടതാണ്. ഓൾ ഇന്ത്യ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഇന്ന് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കാമധേനു പശുവിനെ കുറിച്ചുള്ള ഗവേഷണത്തിന് വേണ്ടിയിട്ടാണ്. എന്താ കാമധേനു പശു? ഹൈന്ദവ വിശ്വാസികൾക്ക് അതിൽ പുണ്യമുണ്ട്. ആ പുണ്യത്തെ ചോദ്യം ചെയ്യേണ്ട,
അത് അവരുടെ വിശ്വാസമാണ്, നമ്മൾ അതിനെ വകവെച്ച് കൊടുക്കുന്നു, അതിലൊട്ടും സംശയമല്ല. അത് ജനാധിപത്യ രാജ്യത്ത് എല്ലാവർക്കും തങ്ങളുടെ മതവിശ്വാസങ്ങളെ സ്വീകരിക്കാനും പ്രചരിപ്പിക്കാനും നമ്മുടെ രാജ്യത്ത് സർവതന്ത്ര സ്വാതന്ത്ര്യമുണ്ട്, അത് നമ്മൾ വകവെച്ച് നൽകുന്നു. എന്നാൽ രാജ്യത്തിൻ്റെ അതിപ്രധാനമായ ഒരു മേഖലയെ ഇതിനു വേണ്ടി മാറ്റിവെക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടം എന്താ? ഈ രാജ്യത്തിൻ്റെ പുരോഗതിയെ ഇല്ലായ്മ ചെയ്യപ്പെടും. നമ്മുടെ നാട്ടിലുള്ള പശുക്കളെയെല്ലാം എങ്ങനെയാണ് കാമധേനു പശുവാക്കി മാറ്റിക്കൊണ്ടുവരാൻ കഴിയുക എന്നുള്ള ഗവേഷണത്തിന് വേണ്ടിയിട്ട് ഓൾ ഇന്ത്യ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ നമ്മുടെ ഗവൺമെന്റ് വിനിയോഗിക്കുമ്പോൾ KATF പറയുന്നു ഇത് രാജ്യത്തിന് അപകടമാണ്. എന്താണ് അപകടം ഉണ്ടാകാൻ പോകുന്നത്? ഇതിന്റെ അപകടം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ വികാസം, നമ്മുടെ രാജ്യത്തിന്റെ ശാസ്ത്ര സാങ്കേതിക രംഗത്തുള്ള മുന്നേറ്റത്തിന് തടസ്സമുണ്ടാകുമെന്ന് കേരള ആർബിറ്റ് ടീച്ചേഴ്സ് ഫെഡറേഷൻ പറയുന്നു. ഇതുകൊണ്ടാണ് നമ്മുടെ സമ്മേളനത്തിൽ വിദ്യാഭ്യാസം സംസ്കരണത്തിനാവണമെന്ന് പറയുന്നത്. ഗൂഢപദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടിയുള്ളതാവാൻ പാടില്ല. ഇത് KTFന് കൃത്യമായ ബോധ്യമുണ്ട്. ഈ സമ്മേളന പ്രമേയം ഒരുപാട് ആലോചനകൾക്ക് ശേഷമാണ് ബഹുമാന്യരായ നമ്മുടെ സംസ്ഥാന നേതൃത്വം നമുക്ക് വേണ്ടി ചർച്ചയ്ക്ക് വേണ്ടി നൽകിയിട്ടുള്ളത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നമ്മുടെ അതിഥികളൊക്കെ നമ്മുടെ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ നമ്മൾ അപകടത്തോടുകൂടെ ഇത്തരത്തിലുള്ള നീക്കങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മൾ കേരളത്തിലേക്ക് വരുമ്പോഴോ, കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്താ? നമുക്കറിയാലോ, കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായ ഒരു പുകില്, അതിന്റെ ദുരന്തം അനുഭവിച്ചവരാണ് ഈ ഇരിക്കുന്ന നമ്മളൊക്കെ. പാഠ്യപദ്ധതി പരിഷ്കരിക്കുന്നു. 2013 അവസാനമായി പാഠ്യപദ്ധതി പരിഷ്കരിച്ച് 2023 10 വർഷങ്ങൾക്ക് ശേഷം പാഠ്യപദ്ധതി പരിഷ്കരിക്കാൻ നാളിതുവരെ നമ്മളത് പറഞ്ഞതാണ്, ഒരുപാട് നമ്മൾ പറഞ്ഞതാ. എന്താ ചെയ്തത്? ആകെ ചർച്ചയുടെ ബഹളം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. സ്കൂളിൽ ചർച്ച, LKGയിലെ കുട്ടി വരെ ചർച്ചയിൽ പങ്കെടുക്കാൻ, എന്നിട്ട് പാഠ്യപദ്ധതി പരിഷ്കരിക്കാൻ വേണ്ടിയുള്ള ചർച്ച നടക്കുന്നു. ആ ചർച്ച നടന്നിട്ട് അവസാനം 10 വർഷങ്ങൾക്ക് ശേഷം പാഠ്യപദ്ധതി പരിഷ്കരിച്ചു. 1, 3, 5, 7, 9 ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾ പരിഷ്കരിച്ചു വന്നു. എന്താ ഉണ്ടായിരുന്നത്? നമ്മൾ നിലപാട് പറഞ്ഞിട്ടുണ്ട്. പാഠപുസ്തകങ്ങൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കണം പാഠപുസ്തകം ഉണ്ടാക്കേണ്ടതെന്ന് കേരള ആർബിറ്റ് ടീച്ചേഴ്സ് ഫെഡറേഷൻ ഉത്തരവാദിത്ത ബോധ്യത്തോടു കൂടെ തന്നെ ബന്ധപ്പെട്ട അധികാരികളെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ പാഠപുസ്തകം കൊണ്ടുവന്നപ്പോൾ അവസ്ഥ എന്താ? ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന പാഠപുസ്തകങ്ങൾ കുട്ടികളുടെ പുരോഗതിക്കനുസരിച്ചുള്ളതാണോ? രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതിക്കനുസരിച്ച് കേരളത്തിലെ പഠിതാക്കളെ ഉയർത്തിക്കൊണ്ടുവരാൻ പ്രാപ്തമായ പാഠ്യപദ്ധതികളാണോ ഇപ്പോൾ പരിഷ്കരിച്ചു കൊണ്ടുവന്നിട്ടുള്ളത്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. എത്ര മനോഹരമായിട്ടാണ് അവർ പാഠ്യപദ്ധതിയെ പരിഷ്കരിച്ചു കൊണ്ടുവന്നത്. വലിയ ചർച്ചയും ബഹളമൊക്കെ നടത്തി. എന്നിട്ട് എന്താണ് ആ പാഠപുസ്തകത്തിന്റെ അവസ്ഥ? ഈ സമൂഹത്തിൽ ചർച്ചക്ക് അവർ കൊണ്ടുവന്നത് ജെൻഡർ ന്യൂട്രാലിറ്റിയെ കുറിച്ചാണ്. ആ ജെൻഡർ ന്യൂട്രാലിറ്റിയെ കൊണ്ടുവന്ന് അതായിരുന്നു പാഠ്യപദ്ധതിയിലെ ചർച്ചയിലെ മുഖ്യമായി ഇവിടെ അതിനു വേണ്ടപ്പെട്ട ആളുകൾ കൊണ്ടുവന്ന അജണ്ട. കേരളീയ സമൂഹം ഒന്നടങ്കം അതിനെ തള്ളി. ഈ ചർച്ച സ്വീകാര്യമല്ലെന്ന് എല്ലാവരും കൃത്യമായിട്ട് പ്രഖ്യാപിച്ചു. അവസാനം പാഠപുസ്തകം കൊണ്ടുവന്നപ്പോ ആ ജെൻഡർ ന്യൂട്രാലിറ്റിയെ മാത്രം ഒളിച്ചു കടത്തിയിട്ട് നടപ്പിലാക്കാനുള്ള ശ്രമമാണ് പാഠ്യപദ്ധതിയിലൂടെ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കാണാതിരിക്കാൻ നമുക്ക് പറ്റുമോ? 1ാം ക്ലാസ്സിലെ മലയാള പാഠപുസ്തകം, ആ പാഠപുസ്തകത്തിൽ ഒരു കവിതയുണ്ട്. ഞാനൊരു ഉദാഹരണം മാത്രം സൂചിപ്പിക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും ബോധ്യത്തിലുള്ള ഒരു സംഭവമാണ്. ദോശയെക്കുറിച്ച് പറയുന്ന ഒരു പാട്ടുണ്ട്. ആ കവിതയിൽ പറയുന്നുണ്ട്, ആ പാട്ട് പറഞ്ഞിട്ട് ഇങ്ങനെ അതിനെക്കുറിച്ച് ഇങ്ങനെ ദോശ നല്ല ദോശ എന്ന് പറഞ്ഞിട്ട് അതിൽ പരാമർശിക്കുന്ന വാക്ക് അച്ഛൻ ചുട്ട ദോശ എന്ന ഒരു വാക്കുണ്ട്. അച്ഛൻ ചുട്ടാലും അമ്മ ചുട്ടാലും ദോശയ്ക്ക് നമുക്കാർക്കും കംപ്ലൈന്റ് പറയാനില്ല. ആര് ചുട്ടാലും അത് കഴിക്കാൻ പറ്റിയാൽ മതി. പക്ഷേ ഇതിലൊരു കൗതുകമുണ്ട്. എന്താ കൗതുകം? ഈ പാഠപുസ്തകത്തിന്റെ തൊട്ട് മുമ്പ് വന്ന പാഠപുസ്തകത്തിലും സമാനമായ ഒരു കവിതയുണ്ട്. ആ കവിതയിലുള്ള ആ ദോശയുടെ പാട്ടിൽ ദോശ ചുട്ടിട്ടുള്ളത് അമ്മയാണ്. എങ്ങനെയാണ് പാഠ്യപദ്ധതി വന്നപ്പോൾ ഈ കവിതയിൽ ഒരു വാക്കിന് മാറ്റമുണ്ടായത്? നമ്മെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമേ അല്ല. നമ്മൾ ആവർത്തിച്ചു പറയുന്നു, KATFന്റെ നിലപാട് അതുതന്നെയാണ്. അച്ഛൻ ചുട്ടാലും അമ്മ ചുട്ടാലും ദോശ നമ്മുടെ പ്രശ്നമേ അല്ല. പക്ഷേ നമ്മൾ പറയുന്നത്, നിങ്ങൾ ലക്ഷ്യം വെക്കുന്ന ഗൂഢപദ്ധതി എന്ന് പറയുന്നത് കുട്ടികളുടെ ഉന്നതമായ നിലവാരമല്ല നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. ഇതാണ് നമ്മൾ പറയുന്നത്. ഈ പാഠ്യപദ്ധതിയിലൂടെ ഇവർക്ക് ആഗ്രഹിക്കുന്നത് ജെൻഡർ ന്യൂട്രാലിറ്റി. ഈ സമുദായം മുഴുവനും, ഈ സമൂഹം മുഴുവനും തള്ളിക്കളഞ്ഞ ജെൻഡർ ന്യൂട്രാലിറ്റിയെ പാഠ്യപദ്ധതിയിലൂടെ ഒളിച്ചു കടത്താനാണ് ശ്രമമെങ്കിൽ കേരള ആർബിറ്റ് ടീച്ചേഴ്സ് ഫെഡറേഷൻ ശക്തമായിട്ട് പറയുന്നു, ഇത്തരത്തിലുള്ള ഗൂഢ നീക്കങ്ങൾ നിങ്ങൾ അവസാനിപ്പിക്കുന്നത് വരെ KATF പോരാട്ട ഭൂമിയിൽ ഉണ്ടാകുമെന്ന് ഈ സമ്മേളനത്തിൽ നമ്മൾ പ്രഖ്യാപിക്കാൻ നമുക്ക് കാഴ്ചപ്പാടുണ്ട്. നമുക്ക് നേതൃത്വം നൽകിയത് ലോക്കലായ ആളുകളൊന്നുമല്ല. ബഹുമാന്യനായ കരുവള്ളിയാണ്, കൊളത്തൂരാണ്, അഹമ്മദ് അലി മദനിയാണ്. ഇവരൊക്കെയാ വേഷത്തിൽ ഒരു പക്ഷേ നമുക്കാർക്കും കൗതുകം തോന്നുന്ന കോട്ടും സൂട്ടുമൊന്നും ഇട്ടിവർ നമ്മുടെ മുമ്പിൽ വന്നിട്ടില്ല. പക്ഷെ അവരൊക്കെ വിദ്യാഭ്യാസ വിചക്ഷണായിരുന്നു, ചിന്തകരായിരുന്നു. അവരൊക്കെ ബഹുമാന്യരായ വിദ്യാഭ്യാസ മന്ത്രിമാരുടെ ഇടവും വലവും ഇരുന്നു കൊണ്ട്
ദിശ കാണിച്ചു കൊടുത്ത ആ മഹാകേസരികളുടെ പിൻഗാമികളാണ് നമ്മളെങ്കിൽ നമ്മൾ ആവർത്തിച്ചു പറയുന്നു, കേരളീയ സമൂഹത്തിന് പരിചിതമില്ലാത്തൊരു സംസ്കാരം ഇവിടെ കൊണ്ടുവരാൻ പാഠ്യപദ്ധതിയിലൂടെ നിങ്ങൾ എന്തു ശ്രമം നടത്തിയാലും ആ ശ്രമത്തെ ഞങ്ങൾ ചെറുത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് നമ്മൾ ആവർത്തിച്ചു പറയാൻ. എന്താ നമ്മളിതിങ്ങനെ പറയുന്നത്? എന്താന്ന് കേരളത്തിലെ വിദ്യാഭ്യാസത്തിന്റെ സ്ഥിതി നമ്മൾ ആലോചിക്കണം. ഇത് KTF തന്നെയാണ് പറയേണ്ടത്. എന്താന്ന് വിദ്യാഭ്യാസത്തിന്റെ അവസ്ഥ? ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ കുട്ടികൾ രംഗത്ത് വരുന്നില്ല. കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ 1,00,000-ലധികം വരുന്ന സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു. എവിടെ കുട്ടികൾ പോയത്? അവർക്കിന്ന് കേരള വിദ്യാഭ്യാസം വേണ്ട. അവർ പോകുന്നത് എങ്ങോട്ടാ? അവർ വിദേശ യൂണിവേഴ്സിറ്റികൾ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് അവർ വിദേശ യൂണിവേഴ്സിറ്റികൾ ആശ്രയിക്കുന്നത്? എന്തുകൊണ്ടാണ് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഉപേക്ഷിക്കേണ്ടി വരുന്നത്? ഇവിടെയാണ് നമ്മൾ പറയുന്നത് വിദ്യാഭ്യാസ രംഗത്ത് പരാജയമുണ്ട്. ഇവിടുത്തെ പാഠ്യപദ്ധതി ഉണ്ടാക്കുന്ന ഗവൺമെന്റുകളുടെയും മറ്റുള്ളവരുടെയും ലക്ഷ്യം ഉന്നതമായ നിലവാരമുള്ള സമൂഹമല്ല. ഇവർ വിദ്യാഭ്യാസത്തിന് ഒരു നിർവചനം നൽകുന്നുണ്ട്. ദേശീയ നിലവാരമുള്ള വിദ്യാഭ്യാസം, അന്തർദേശീയ നിലവാരമുള്ള വിദ്യാഭ്യാസം, അത് വെറും കെട്ടിടങ്ങളിൽ മാത്രം. നബാർഡിന്റെയും കിഫ്ബിയുടെയും ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കെട്ടിടങ്ങൾ ഉണ്ടാക്കിയാൽ ആ കെട്ടിടങ്ങൾ അന്തർദേശീയ നിലവാരമുള്ള വിദ്യാഭ്യാസമാണ് എന്ന് നിങ്ങൾ നിർവചിച്ചുവെങ്കിൽ അത് നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു എന്ന് തെളിവ് സഹിതം നമ്മൾ അവരെ ബോധ്യപ്പെടുത്തുകയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കേരളത്തിലെ കുട്ടികൾ മത്സര പരീക്ഷകളിൽ നിന്ന് പുറകോട്ട് പോകാൻ? എന്തുകൊണ്ടാണ് പുറകോട്ട് പോകുന്നത്? സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നാളിതുവരെ ഉണ്ടായിരുന്ന അഡ്മിഷൻ എന്ന് പറയുന്നത് കുട്ടികൾക്ക് മെറിറ്റ് അടിസ്ഥാനത്തിൽ ലഭിച്ചിരുന്നു. നമ്മുടെ മലബാറിൽ നിന്ന്, കേരളത്തിൽ നിന്ന് 7,000-ഓളം കുട്ടികൾ മെറിറ്റ് അടിസ്ഥാനത്തിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ നേടിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു 2021 വരെ. 2021 വരെ അങ്ങനെ അഡ്മിഷൻ നേടിയപ്പോൾ ആ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ മുഴുവനും അവിടെ എൻട്രൻസ് എക്സാം വെച്ചു, കുട്ടികൾക്ക് പ്രവേശന പരീക്ഷ വെച്ചു. ആ പ്രവേശന പരീക്ഷ വെച്ചപ്പോൾ ഉണ്ടായ അവസ്ഥ എന്താ? കുട്ടികളുടെ പ്രവേശനം ഗണ്യമായി കുറഞ്ഞു. എന്തുകൊണ്ടാണ് ഗണ്യമായി കുറഞ്ഞു പോയത്? നമ്മുടെ കുട്ടികൾക്ക് ദേശീയ തലത്തിൽ മത്സരിച്ച് നേടാൻ നമ്മുടെ കുട്ടികൾക്കൊണ്ട് സാധിക്കാത്ത ഒരു അവസ്ഥ വന്നു. ഇത് വളരെ അപകടത്തോടു കൂടെയാണ് KTF കാണുന്നത്. മാത്രമല്ല, നമ്മളിപ്പോൾ അവസാനമായി കണ്ട മറ്റു ചില സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ നടന്നു. എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ നടന്നപ്പോൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു സത്യം കൂടെ നമ്മൾ തിരിച്ചറിയണം. ഇത് KTF കൃത്യമായിട്ട് ബോധ്യത്തോടു കൂടെ തന്നെയാണ് സമൂഹത്തോട് പറയുന്നത്. ഇപ്പോൾ ഇവിടെ എൻട്രൻസ് പരീക്ഷ നടന്നപ്പോൾ 10,43,000 കുട്ടികൾ ഇവിടെ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിൽ പങ്കെടുത്തു. 10,43,000. ആ കുട്ടികളിൽ 1,14,730 കുട്ടികൾ. നമ്മൾ നോക്കണം, KTF ഇത് വെറുതെ പറയുന്നതല്ല, നമ്മൾ ബോധ്യത്തോടെയും പഠിച്ചുകൊണ്ട് തന്നെയാണ് KTF പറയുന്നത്. 1.5 ലക്ഷം കുട്ടികൾ എഞ്ചിനീയറിംഗ് പരീക്ഷയിൽ പങ്കെടുത്തപ്പോൾ അതിൽ 1,14,730 കുട്ടികൾ CBSE സിലബസ് പ്രകാരമുള്ള സിലബസ് പഠിച്ചു വന്ന കുട്ടികളാണ് അതിൽ പങ്കെടുത്തത്. വളരെ ചെറിയൊരു ഭാഗം മാത്രം. എന്നാൽ അതിൽ യോഗ്യത നേടിയ ആളുകളുടെ കണക്ക് വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ ചിന്തകളെ തിരിച്ചു കൊണ്ടുപോവേണ്ടത്. അതിൽ യോഗ്യത നേടിയ കുട്ടികൾ 1,69,000 ആകെ യോഗ്യത നേടിയ കുട്ടികൾ. പക്ഷെ നമ്മുടെ പ്രശ്നം അതല്ല. 1.5 ലക്ഷം കുട്ടികൾ 1,69,000 കുട്ടികൾ യോഗ്യത നേടിയപ്പോൾ ആ യോഗ്യതയിൽ നിന്ന് 71,000 കുട്ടികളും യോഗ്യത നേടിയത് CBSE സിലബസ് പ്രകാരം പഠിച്ച കുട്ടികളാണ്. എന്തേ കേരള സിലബസ് പ്രകാരം നേടിയ കുട്ടികൾക്ക് ആ രംഗത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കാതിരുന്നത്? ഇതാണ് നമ്മൾ സമൂഹത്തോട് പറയുന്നത്. വിദ്യാഭ്യാസ രംഗത്തുള്ള ആളുകളോട് നമ്മൾ പറയുന്നത് അതാണ്. എന്താ നമ്മൾ പറയുന്നത്? വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നം ജെൻഡർ ന്യൂട്രാലിറ്റി അല്ല. ഇവിടെ ആൺ പെൺ സമത്വം എന്നുള്ളത് സാധ്യമല്ല. നീതിയെ സാധ്യമാകൂ. ഇവിടെ ദൈവികമായി, പ്രകൃതിപരമായി ഇവിടെ ആണ് പെണ്ണെന്ന് പറയുന്ന 2 വിഭാഗങ്ങളെ ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ എത്ര തന്നെ നമ്മൾ ശ്രമിച്ചാലും അതിവിടെ ഒന്നാക്കിയെടുക്കാൻ സാധ്യമല്ല. പിന്നെന്താ വേണ്ടത്? നീതി വേണം. ആ നീതിക്ക് വേണ്ടി എല്ലാവരും ശ്രമം നടത്തുന്നു. എന്നാൽ അതിനപ്പുറത്തേക്ക് ഇവിടെയുള്ള ഭദ്രമായ കുടുംബ ജീവിതങ്ങളെ മുഴുവനും തകർത്തുകൊണ്ട് തകർത്ത് ഇവിടെയുള്ള നല്ല അന്തരീക്ഷങ്ങളെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമങ്ങൾ പാഠ്യപദ്ധതിയിലൂടെ കൊണ്ടുവന്നപ്പോൾ ഉണ്ടായ അപകടമാണ് നമ്മുടെ സിലബസ് പ്രകാരം പഠിച്ച കുട്ടികൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അവസരങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ട് മാറി നിൽക്കുന്നത്. ഇത് സമൂഹത്തോട് പറയണ്ടേ? ഉത്തരവാദപ്പെട്ട ആളുകളോട് പറയണ്ടേ? ഇത് നമ്മൾ ഇപ്പോഴല്ല പറയുന്നത്. പാഠപുസ്തക പരിഷ്കരണം തുടക്കം കുറിച്ചപ്പോൾ KTF പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ആയിരിക്കണം പാഠപുസ്തകം എന്ന്. നമ്മുടെ അഭിമന്യരായ നേതാക്കൾ ഇന്ന് ഇവിടുന്ന് റിട്ടയർമെന്റ് ചെയ്യുകയാണ്. അവരൊക്കെ റിട്ടയർമെന്റ് ചെയ്യുമ്പോഴും
അവരൊക്കെ ഒരുപാട് ഇടപെടലുകൾ നടത്തിയിട്ട് തന്നെയാണ് ഈ സംഘടനയിൽ നിന്ന് അവർ പടിയിറങ്ങുന്നത്. എന്താ അവർ ചെയ്തിട്ടുള്ളത്? കൃത്യമായി അതിന് സമിതികളെ വെച്ചു. പാഠപുസ്തകത്തിൽ നമ്മുടെ സമീപനം എന്താകണമെന്ന് വിലയിരുത്താൻ അതിന് നിർദ്ദേശം നൽകാൻ സമിതികളെ വെച്ചുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾക്ക് മുമ്പിൽ KTF നൽകി. നമ്മൾ എന്താ പറഞ്ഞത്? ആഗോള നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഉണ്ടാവണം. അതിനെന്താ വേണ്ടത്? ഇൻഫർമേഷൻ ടെക്നോളജി അതിശ്രീഘ്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാൻ, ഇൻഫർമേഷൻ ടെക്നോളജിയുടെ അതിശക്തമായ വളർച്ചയുണ്ടാകുമ്പോൾ ഈ വളർച്ചക്കനുസരിച്ചുള്ള പാഠ്യപദ്ധതി രൂപപ്പെടുത്തണം. അതിന് നമ്മൾ പറഞ്ഞത് എന്താ? IT അധിഷ്ഠിത പഠനം ഉണ്ടാവണം. നമ്മൾ പറഞ്ഞ വാക്ക് അങ്ങനെയാണ്, IT അധിഷ്ഠിത പഠനം ഉണ്ടാവണം. KTF അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. എന്നാൽ ഇന്നും ഇത്രമേൽ വലിയ മുന്നേറ്റം ഉണ്ടായപ്പോഴും IT പഠനം എന്നുള്ളത് കേവലം ഒരു കളിപ്പെട്ടിയിൽ ഒതുക്കിക്കൊണ്ട് പാഠ്യപദ്ധതിയുടെ നിലവാരം കുറക്കുമ്പോൾ KTF കാലത്തിനു മുമ്പേ സഞ്ചരിക്കുന്ന ഒരു സംഘടനയാണ്. കഴിഞ്ഞ ദിവസം IT സമ്മേളനത്തിൽ അഭിവന്ദനായ സംസ്ഥാന സെക്രട്ടറി, KTFന്റെ സംസ്ഥാന സെക്രട്ടറിയും IT വിങ്ങിന്റെ കൺവീനറുമായ നൗഷാദ് കോപ്പിലാൻ അവിടെ സ്വാഗതം ആശംസിച്ചപ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്. അദ്ദേഹം പറഞ്ഞത് KTF കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സംഘടനയല്ല, കാലത്തിനു മുമ്പേ സഞ്ചരിക്കുന്ന സംഘടനയാണ്. ആ KTF IT രംഗത്ത് ഒരുപാട് മുന്നേറ്റം കുറിച്ചുകൊണ്ട് തങ്ങളുടെ അനുയായികളെ മുഴുവനും ഈ രംഗത്ത് കാലോചിതമായി പരിഷ്കരിച്ചു കൊണ്ടുവന്ന് അവർക്ക് വേണ്ട എല്ലാവിധ നിർദ്ദേശങ്ങളും നൽകി അവരെ പരിശീലിപ്പിച്ചു കൊണ്ടുവന്നിട്ട് KTF അധികാരികളോട് പറയുന്നു, IT അധിഷ്ഠിത പഠനം കൊണ്ടുവരണം. എന്താ കാര്യം? ഇൻഫർമേഷൻ ടെക്നോളജിയിൽ വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് സ്വതന്ത്രമായി ചിന്തിച്ചു നോക്കൂ, എവിടെയാണ് കേരളത്തിന്റെ IT രംഗപ്പ് നിലനിൽക്കുന്നത്? വിദ്യാഭ്യാസ മേഖലയിൽ എന്താണ് നമ്മുടെ ക്ലാസ് റൂമിനകത്ത് ഇപ്പൊ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്? ഇത്രമേൽ വലിയ വികാസം ഉണ്ടാകുമ്പോഴും ഈ രൂപത്തിലുള്ള പാഠ്യപദ്ധതി മതിയോ നമുക്ക്? ഇത് പോരെന്നാണ് നമ്മൾ പറയുന്നത്. വിദ്യാഭ്യാസം സംസ്കരണത്തിനുള്ളതാവണം. എന്നാൽ നമ്മുടെ ഗവൺമെന്റുകൾ ചെയ്യുന്നത് എന്താ? വളരെ ദുഃഖകരമായ കുറെ സംഭവങ്ങളുണ്ട്. അരക്ഷിതമായ ഒരു വിദ്യാർത്ഥി തലമുറയെ ഇവിടെ സൃഷ്ടിക്കപ്പെടണം, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുക. ഇത് പറയുന്ന ആളുകളെ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, ഈ അരക്ഷിതമായ സമൂഹത്തിന്റെ സൃഷ്ടിപ്പ് രാജ്യത്തിന് അപകടമാണ് എന്ന് നമ്മൾ വിളിച്ചു പറയുമ്പോൾ നമ്മളെ പരിഹസിക്കുക. ആ പരിഹസിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് ഒത്താശ ചെയ്യുക. ഇത് വെറുതെ പറയുന്നതല്ല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അതിന്റെ യൂണിയൻ ഒരു മാഗസിൻ പുറത്തിറക്കിയിട്ടുണ്ട്. ആ മാഗസിൻ കഴിഞ്ഞ വർഷം ഇറക്കിയ മാഗസിൻ, ആ മാഗസിൻ ഇറക്കിയ വിദ്യാർത്ഥി സംഘടന ഇതുപോലെ ചില ഭൗതികവാദങ്ങൾ ഉന്നയിക്കുന്ന വിദ്യാർത്ഥി സംഘടനയാണ്. ആ സംഘടന മാഗസിൻ പുറത്തിറക്കിയപ്പോൾ ആ മാഗസിനിൽ വളരെ ഗുരുതരമായി കൊടുത്തിരിക്കുക അതിന്റെ പുറംചട്ട. എന്താ പുറംചട്ട കൊടുത്തിരിക്കുന്നത്? ഒരു പർദ്ദയിട്ടിരിക്കുന്ന ഒരു പെണ്ണ്, അവളുടെ മുഖം തിരിഞ്ഞുകൊണ്ട് പിൻഭാഗം മുഴുവനും നഗ്നമായി നിർത്തിയിട്ട് ഒരു ഫോട്ടോ കൊടുത്തിരിക്കുക. എന്നിട്ട് നമ്മളെയൊക്കെ പരിഹസിക്കുന്ന രൂപത്തിൽ അതിൻ്റെ താഴെ കമന്റ് എഴുതിയിരിക്കുകയാണ്. ആരാണ് പെണ്ണെ നീ കാത്തിരിക്കുന്നത്? നീ ഹൂറന്മാരെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള, ഞാനത് വിശദീകരിച്ചു പറയാൻ ഇവിടെ സമയമില്ല. വളരെ മോശമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. ഒരു വശത്ത് ബഹുമാന്യനായ നമ്മുടെ നജീബ് കാന്തപുരം MLA നമ്മുടെ വേദിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ ആ ഒരു ശ്രമം ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. മറുവശത്ത് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതിനു വേണ്ടിയിട്ടുള്ള ഒത്താശകൾ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥി സംഘടനകളെ ഉപയോഗപ്പെടുത്തിയിട്ട് ചെയ്യാം. കാലിക്കറ്റ് ലോ കോളേജ് ഒരു മാഗസിൻ പുറത്തിറക്കിയിട്ടുണ്ട്. ആ മാഗസിന്റെ പുറംചട്ടയിൽ കൊടുത്തിരിക്കുന്ന പേര് മഹ്ശറ എന്നാണ്. നിങ്ങൾ ഓർത്ത് നോക്കൂ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ, കാലിക്കറ്റ് ലോ കോളേജിന്റെ ഒരു മാഗസിൻ അവർ കൊടുത്തിരിക്കുന്ന പേര് മഹ്ശറ എന്ന പേരിൽ കൊടുത്തു. എന്നിട്ട് അതിന്റെ പുറം വശത്ത് ഒരു ചിത്രം കൊടുത്തിട്ട് പുറംചട്ടയിൽ തന്നെ പ്രാസങ്ങളൊന്നുമില്ലാത്ത ഒരു കവിത കൊടുത്തിരിക്കുകയാണ് അതിന്റെ പുറംചട്ടയിൽ. എന്തിനാ കൊടുത്തിരിക്കുന്നത്? നമ്മെ പരിഹസിക്കാൻ. എന്താ നമ്മൾ പറയുന്നത്? സംസ്കാരമുള്ള ഒരു തലമുറ ഇവിടെ ഉണ്ടാക്കിയെടുക്കണമെന്നാണ് നമ്മൾ പറയുന്നത്. അത് പറയുമ്പോൾ നമ്മെ പരിഹസിക്കാൻ ഇത്തരത്തിലുള്ള ശ്രമം നടത്തുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കുക, 67ാം സമ്മേളനം കഴിഞ്ഞുകൊണ്ട് നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമുക്കൊരു പ്രതിജ്ഞയുണ്ട്. എന്താ നമ്മുടെ പ്രതിജ്ഞ? ഈ ക്യാമ്പസുകളിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ പ്രതാപങ്ങളെ നമ്മൾ തിരിച്ചു കൊണ്ടുവരണം. അത് തിരിച്ചു കൊണ്ടുവരാനുള്ള ശക്തി ആർജിച്ചുകൊണ്ട് തന്നെയായിരിക്കണം 67ാം സമ്മേളനത്തിന്റെ നഗരിയിൽ നിന്ന് നമ്മൾ തിരിച്ചു പോകേണ്ടത്. ഞാൻ അവസാനിപ്പിക്കുന്നു. KTF ബഹുമുഖ പദ്ധതികളുമായി വന്നുകൊണ്ടിരിക്കാൻ. വാത്സല്യ സ്പർശം എന്തിനാ നമ്മൾ സംഘടിപ്പിച്ചത്? നമ്മുടെ വനിതാ വിങ്ങിന്റെ പ്രിയങ്കരിയായ നമ്മുടെ നേതാക്കൾ വാത്സല്യ സ്പർശം എന്ന് പറയുന്ന കൗൺസിലിംഗ് പരിശീലനം നടത്തിയത് ഇന്ന് ക്യാമ്പസിനകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന അപകടങ്ങളെ തിരിച്ചറിഞ്ഞിട്ടാണ്. കാലത്തിന് മുമ്പേ KTF പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. പരിശീലിപ്പിക്കുകയാണ് നമ്മെ. എന്തിന്? ക്യാമ്പസിനകത്ത് വരുന്ന കുട്ടികളെ നേരായ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ. 2ാം ബാച്ചിന്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടു. പ്രിയപ്പെട്ട അധ്യാപികമാരെ, നിങ്ങൾ അതിൽ പങ്കാളികളാവണം. KTF മറ്റൊരു പദ്ധതിയുമായി രംഗത്ത് വരികയാണ്. ബഹുമാന്യനായ നജീബ് കാന്തപുരം MLA ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ സഹായവും നമുക്ക് ആവശ്യമുണ്ട്. KTF മറ്റൊരു പദ്ധതിയുമായിട്ടാണ് ഈ വർഷം പൂർത്തിയാക്കുന്നത്.
നമ്മൾ ഈ വർഷത്തെ അറബിക് ഡേ സെമിനാർ നമ്മങ്ങ് തമിഴ്നാട്ടിലാണ് നടത്തിയത്, ചെന്നൈയിൽ. എന്തിനാ നമ്മൾ 400-ലധികം വരുന്ന തസ്തികകൾ അറബി ഭാഷയിൽ ഉയർന്നു വന്നത്? KATF-ന്റെ കർമ്മഫലമാണ്. ഈ കർമ്മഫലം നമുക്ക് എന്തുകൊണ്ട് മറ്റു സ്റ്റേറ്റുകളിലും നടത്തിക്കൂടാ? എന്തുകൊണ്ട് തമിഴ്നാട്ടിൽ അറബി ഭാഷ പഠനം സാധ്യമായിക്കൂടാ? ആദരണീയനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെയും PK കുഞ്ഞാലിക്കുട്ടിയെയും ബഹുമാന്യരായ നമ്മുടെ സംസ്ഥാന നേതൃത്വം സമീപിക്കുന്നു നമ്മുടെ ആവശ്യം പറഞ്ഞുകൊണ്ട്. അവർ കാര്യങ്ങളെ കൃത്യമായി വിലയിരുത്തുന്നു. ആവേശത്തോടുകൂടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞത്, നിങ്ങൾ ചെന്നൈയിലേക്ക് പുറപ്പെട്ടോളൂ, ഖാദർ മൊയ്തീൻ സാഹിബ് മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റിനെ ഞാൻ വിളിക്കാം, നിങ്ങൾ അവിടെ ചെന്ന് നിങ്ങളുടെ ആവശ്യങ്ങൾ പറയണമെന്ന് പറഞ്ഞപ്പോ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്റെ ഫോൺ ഞങ്ങളുടെ മുമ്പിൽ നിന്ന് തന്നെ എടുത്തുകൊണ്ട് അവിടെയുള്ള KMCC-യുടെ സംസ്ഥാന പ്രസിഡന്റിനെ വിളിച്ചിട്ട് പറഞ്ഞു, KATF-കാർ അവിടെ വരും, നിങ്ങൾ അവർക്ക് വേണ്ട ഒത്താശ ചെയ്യണമെന്ന്. ഞങ്ങൾ അവിടെ ചെന്നു. പ്രൗഢമായ ഒരു സദസ്സിൽ ഒരു സെമിനാറിന് തുടക്കം കുറിച്ചിട്ട് ബഹുമാന്യനായ മുഹമ്മദ് അലി മിഷ്കാത്തി, KATF-ന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, അദ്ദേഹം അവിടെ മനോഹരമായ ഒരു പ്രബന്ധം അവതരിപ്പിച്ചു. കേരളത്തിൽ അറബി അധ്യാപകർ നേടിയ നേട്ടങ്ങൾ എല്ലാം കേട്ടിട്ട് പ്രൊഫസർ ഖാദർ മൊയ്തീൻ സാഹിബ് ആ സദസ്സിനെ അഭിമുഖീകരിച്ചിട്ട് പറഞ്ഞു, അറബി ഭാഷാ പഠനം ഞങ്ങൾ തമിഴ്നാട്ടിൽ തുടക്കം കുറിക്കുമെന്ന്, അതിനുള്ള ശ്രമം നടത്തുമെന്ന് നമ്മോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ കർമ്മഗോദ നമുക്ക് വ്യാപിപ്പിക്കണം. ബഹുമാനനായ നജീബ് കാന്തപുരം കേരളത്തിന് ഒരുപാട് പുതിയ സംഭാവനകൾ നൽകിയ പുതിയ കാഴ്ചപ്പാടുള്ള ഒരു MLA ആണ്. അദ്ദേഹം ഒരു പുതിയ വികസനം എന്ന് പറയുന്നത് വെറും റോഡും പാലവും തോടും എല്ലാം കാണിച്ച ഒരു പുതിയ കാഴ്ചപ്പാട് കാണിച്ചെന്ന ബഹുമാനനായ MLA ആണ്. അദ്ദേഹത്തിന്റെ മുമ്പിൽ സിവിൽ സർവീസിലേക്ക് വരുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ഞങ്ങളുടെ പ്രിയപ്പെട്ട MLA-യോട് ഞങ്ങൾ വിനയത്തോടു കൂടെ ഞങ്ങൾ പറയാൻ, ഞങ്ങളുമുണ്ട് ഒരു ടാലന്റ് ടെസ്റ്റ് നടത്തുന്ന ഒരു ടീമാണ് ഞങ്ങൾ. ദീർഘകാലമായി പതിറ്റാണ്ടുകളായി ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂൾ തലം തൊട്ട് കുട്ടികളെ ഞങ്ങളൊരു ടാലന്റ് ടെസ്റ്റ് നടത്തി സംസ്ഥാന തലം വരെ ഞങ്ങൾ അതിൻ്റെ മനോഹരമായ ചിട്ടയായി കേരളത്തിലെ ഒരു അധ്യാപക സംഘടനക്കും കാണിക്കാൻ കഴിയാത്ത രൂപത്തിൽ 5 ലക്ഷത്തോളം കുട്ടികളെ പങ്കെടുപ്പിച്ച് ഒരു ടാലന്റ് ടെസ്റ്റ് നടത്തിയ വിഭാഗമാണ് ഞങ്ങൾ. ആ പ്രഗത്ഭരായ കുട്ടികളെ ഞങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ എന്ത് ഡിമാൻഡ് വെച്ചാലും ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്. അതിൽ കഴിവുള്ള യോഗ്യതയുള്ള നല്ല കുട്ടികളുണ്ട്. ആ കുട്ടികളെ ഞങ്ങൾ നിങ്ങൾക്ക് തന്നാൽ അവരെ IAS-കാരാക്കിയെടുക്കാനുള്ള സർവ്വവിധ പിന്തുണയും പ്രിയപ്പെട്ട MLA-യുടെ അടുക്കൽ നിന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇത് ഞങ്ങളുടെ CH കണ്ട സ്വപ്നമാണ്, ഞങ്ങളിലൂടെ CH കണ്ട സ്വപ്നമാണ്. കൊളത്തൂരും കരിവള്ളിയും ഞങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. പുതിയ കാലത്തിന്റെ CH ആയി വരുന്ന ബഹുമാന്യരായ നജീബ് കാന്തപുരം MLA നമുക്കതിനുള്ള വഴി കാണിച്ചു തരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ ഞാൻ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.